ജനവാസ കേന്ദ്രത്തിലെ തോട്ടിൽ കണ്ട ഒരു രാജവെമ്പാലയെ പിടികൂടുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ ദൃശ്യങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിരുന്നു. മുൻപും നമ്മൾ ആ ഉദ്യോഗസ്ഥയെ കണ്ടിട്ടുണ്ട്. വളരെ പരിശീലനം കിട്ടിയ മികച്ച പാമ്പ് പിടുത്തക്കാരി കൂടിയായ റോഷ്നിയായിരുന്നു ആ ഉദ്യോഗസ്ഥ. തിരുവനന്തപുരം ആര്യനാട് പേപ്പാറ മരുതൻമൂട്ടിൽ നിന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയെ റോഷ്നി പിടികൂടിയത്. പരുത്തിപ്പള്ളി റേഞ്ച് പരിധിയിൽ വരുന്ന ആര്യനാട് പാലോട് സെക്ഷനിലെ പേപ്പാറ റോഡിൽ മരുതൻമൂട്ടിലാണ് പാമ്പിനെ കണ്ടത്. കുളിക്കാനിറങ്ങിയ ആളുകൾ തോട്ടിന് സമീപത്തെ പാറക്കെട്ടിന് സമീപം രാജവെമ്പാലയെ കാണുകയായിരുന്നു. തുടർന്ന് RRT ടീമിനെ വിവരമറിയിച്ചു. ഇതിനകം നിരവധി പാമ്പുകളെ പിടികൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥ റോഷ്നിയുടെ നേതൃത്വത്തിൽ RRT സംഘം പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഏകദേശം 20 കിലോയോളം ഭാരവും 18 അടി നീളവുമുള്ള പാമ്പ് പൂർണ്ണ വളർച്ചയെത്തിയതാണ്. മൂർഖൻ, അണലി തുടങ്ങി വിഷമുള്ളതും ഇല്ലാത്തതുമായ 1000-ലധികം പാമ്പുകളെ പിടികൂടിയിട്ടുള്ള റോഷ്നി ആദ്യമായിട്ടാണ് രാജവെമ്പാലയെ പിടികൂടുന്നത്. പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിരോധനം. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഓഫ് റോഡ് സഫാരി ഉൾപ്പെടെ എല്ലാം നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഇടുക്കിയുടെ പല മേഖലകളിലേക്കും ജീപ്പ് മാത്രമാണ് യാത്രയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുക. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അപകടങ്ങൾ പെരുകുന്നു എന്ന് കാണിച്ച് ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ജില്ലാ കളക്ടർ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ മുഴുവൻ ജീപ്പ് സഫാരികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പകർപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പോലീസിനും വനംവകുപ്പിനും അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം വിനോദസഞ്ചാര മേഖലയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ട്രക്കിങ്ങിനും ജീപ്പ് സഫാരിക്കുമൊക്കെ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു മരണം സംഭവിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ദുർഘടമായ പാതയിലൂടെയൊക്കെ വാഹനം ഓടിക്കുന്നതിന് പരിശീലനം ലഭിക്കാത്തവർ, അതോടൊപ്പം കൃത്യമായ വാഹനത്തിനും ഫിറ്റ്നസ് അടക്കമുള്ള നടപടി പരിശോധിക്കാത്തത്, അപ്പം ഇൻഷുറൻസ് പോലുള്ളവ ഇല്ലാത്തത്, അപ്പം ഈ ഓഫ് റോഡ് ട്രാഫിക്കിന് എത്തുന്നവർക്ക് ആളുകൾക്കുള്ള ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളുണ്ട്. അത് ഒരു കാരണത്തിലാണ് ഇപ്പോൾ ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലയിലെ മുഴുവൻ മേഖലകളിലും, അതായത് കുളുക്കമല മേഖലയിൽ മാത്രം ഏകദേശം 238ഓളം വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും സൂര്യനെല്ലിയിൽ നിന്നും കുളുക്കമലയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ വാഹനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസവും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾക്കൊക്കെ വിധേയമായത്. ഈ മേഖലയിൽ 3 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നുണ്ട്, സ്റ്റിക്കർ പതിപ്പിക്കുന്നുണ്ട്, ഇവരുടെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ കുളുക്കമല ഒഴികെയുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളിലായിരിക്കണം നിരോധനം ഭാഗമാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജീപ്പ് സഫാരി ജില്ലയിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ മൂന്നാറിൽ തന്നെ കുളുക്കമല കൂടാതെ മൂന്നാർ ടൗണിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ മേഖലയിലേക്കുണ്ട്, രാമക്കൽമേലിലെ ആമപ്പാറയിലേക്കുണ്ട്, ചതുരംഗപ്പാറയിലുണ്ട്, ഒപ്പം കുമ്പളയിലെ സത്ര മേഖലയുണ്ട്, വാഗമണിലുണ്ട്, മറയൂരിലുണ്ട്. അങ്ങനെ ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലകളെല്ലാം ഓഫ് റോഡ് സഫാരികളുണ്ട്. അതുകൂടാതെ തന്നെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഓഫ് റോഡ് യാത്രകളും അല്ലെങ്കിൽ സമാനമായ യാത്രകളും ഒക്കെ നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവയെല്ലാം കൃത്യമായ പരിശോധനകൾക്കൊന്നും വിധേയമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നും പരിശോധനകൾ വിധേയമാക്കണമെന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അതിനുശേഷമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതേണ്ടത്. എന്തായാലും വരും ദിവസങ്ങൾക്ക് ഇതിനുള്ള ചർച്ചകൾ ഉണ്ടായി പരിശോധനകൾ കർശനമാക്കി നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് കുളുക്കമല മേഖലയിൽ സ്വീകരിക്കുന്ന ഒരു നടപടിക്ക് 3 മാസം കൂടുമ്പോൾ കൃത്യമായി ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. അവരുടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നുണ്ട്, ലൈസൻസ് അല്ലെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവർമാരുടെ ക്വാളിറ്റി, ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും വീണ്ടും അനുമതി നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു നിരോധനം ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയും ദൈനംദിന പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കും. കാരണം ടൂറിസം മേഖലയെ മാത്രമല്ല സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തെ പോലും ഇടുക്കിയിൽ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ്. പല മേഖലകളിലേക്കും യാത്ര
സൗകര്യമാകെയുള്ളത് ഈ ജീപ്പുകൾ ഉപയോഗിച്ച് മാത്രമാണ് എത്തിച്ചേരാൻ കഴിയുക എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും അപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ ഒരു പൂർണ്ണ നിരോധനം എന്നതാണ് പ്രതിവിധി എന്നതാണ് ജില്ലാ ഭരണകൂടം കരുതുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജീപ്പ് സഫാരിക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്.